ഹലോ. അപ്പം ഞാനന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ തീരെ പ്ലാൻഡ് അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മൺഡേ ആണ് തീരുമാനിക്കുന്നത് തേഴ്സ്ഡേ നാട്ടിൽ പോവാമെന്ന്. ഞാനും വാവയും മാത്രമേ വരുന്നുള്ളൂ, ഏട്ടൻ വരുന്നില്ല കേട്ടോ. ഏട്ടൻ വരാത്തതിൻ്റെ നല്ല സങ്കടമുണ്ട് എനിക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ, ആ ഒരു സിറ്റുവേഷനല്ലേ. ഞാൻ നല്ല നെർവസാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഷ ബേബി ഒരു നേരം അടങ്ങി മടിയിലിരിക്കില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ ഈ 4 മണിക്കൂർ ഇവിളെയും വെച്ച് ഇരിക്കുകയെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ആലോചിച്ചിട്ട്. കാരണം മാറി പിടിക്കാൻ പോലും ആരും ഇല്ലല്ലോ, ഞാനും വാവയും തന്നെയല്ലേ. പക്ഷെ എല്ലാം നേരെ തിരിച്ചായിരുന്നു. നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ, ഫ്രണ്ടിലും ബാക്കിലൊക്കെ. അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർക്ക് വാവേനെ കണ്ടിട്ട് വയ്യ. അവരെ കൂടെ ഫുൾ ടൈം കളിയായിരുന്നു കേട്ടോ. 4 മണിക്കൂർ എത്ര പെട്ടെന്നാണ് പോയെന്നറിയോ. ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കളിയും ചിരിയും ബഹളവും. കുറച്ച് നേരം മാത്രം ഉറങ്ങി, ബാക്കി ഫുൾ ടൈം ആൾ കളിയായിരുന്നേ. അവരെ കിട്ടിയപ്പം അവൾ എന്നെ നൈസായിട്ട് മറന്നു കേട്ടോ. അവൾക്ക് എന്നെ ഒരു പരിചയമില്ലാത്ത പോലെയാണ് അവൾ ഇരിക്കണത്. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലെ അവൾക്കില്ലായിരുന്നു എന്നോട്. ഞാൻ പിന്നെ ഓർത്തു ലാസ്റ്റ് കലങ്ങത്തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വരുമല്ലോ, അപ്പം നല്ല ഡോസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടാറുണ്ട് കേട്ടോ. ചിലവർ നമ്മുടെ ബ്ലഡ് റിലേഷൻ ആവണമെന്നൊന്നുമില്ല, നമുക്ക് നല്ലൊരു ബോണ്ട് അവരായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ എനിക്ക് ഒരുപാട് പേരെൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ ഫ്രണ്ടിലിരുന്നവർ. കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ മറ്റാൾ പോയിട്ട് ജ്യൂസും സ്നാക്സും ചോക്ലേറ്റും ഒക്കെ കൊണ്ടു തന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടാട്ടോ കോഴിക്കോട് എത്തിയത്. ഞാൻ വരുന്ന കാര്യം ആർക്കും അറിയില്ല, സർപ്രൈസായിട്ട് വെച്ചതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് മാത്രമേ അറിയുള്ളൂ. അവനോട് ഞാൻ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇനി നാട്ടിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഇവരെല്ലാവരും സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കണം വിചാരിക്കുന്നുണ്ട്. കിട്ടിയാൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ.